അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. കാരണം ഇതിനകത്ത് വരുന്ന എല്ലാവർക്കും വരണിൻ്റെ കാര്യങ്ങൾ അറിയാം. ബാത്റൂമിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നോ കൂടെ? വാക്കർ തെറ്റിയതാണ്, ചറക്കിയതായിരിക്കും അല്ലേ? ആളില്ലാത്തപ്പം ബാത്റൂമിൽ പോവാതുള്ള സംവിധാനം വല്ല ബെഡ് ഫാൻ എന്തെങ്കിലും വെച്ചാൽ പോരായിരുന്നോ? ബാത്റൂമിലൊക്കെ ഒറ്റയ്ക്ക് പോയി വീണാലും പ്രശ്നമല്ലേ? ഉള്ളപ്പോഴും കുഴപ്പമില്ല. ഉണ്ടായിരുന്നോ? വൈഫ് ഉണ്ടായിരുന്നു അല്ലേ? പരിക്കുവല്ലും ഉണ്ടോ? പരിക്കുവല്ലും പറ്റിയോ? ഇപ്പോൾ കിടപ്പില്ല വീണ്ടും? നടന്ന് നോക്കിയത് ബാത്റൂമിലാണോ നടന്ന് നോക്കുന്നത്? നടന്ന് നോക്കുമ്പോൾ നല്ല അങ്ങനെ ഒരു സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴല്ലേ നടന്ന് നോക്കാം. ഒറ്റയ്ക്കൊന്നും ചിലപ്പോൾ അവളെ കൊണ്ട് മാത്രം പറ്റിക്കാണില്ല പിടിക്കാൻ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? വേദന കാണും, അല്ലെങ്കിൽ തന്നെ വേദനയാണല്ലോ. അപ്പൊ അതിൻ്റെ കൂടെ ഇപ്പൊ പ്രശ്നമായോ വീണ്ടും? എന്തിനാ അങ്ങനെ എഴിച്ച് നടക്കാൻ പറ്റാതെ പിന്നെ എണീറ്റ് നടന്ന് നോക്കുന്നതൊക്കെ എന്തിനാ? കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്തെങ്കിലും വന്നാൽ ഈ പറഞ്ഞ കണക്ക് ഒന്നുകിൽ കാശുള്ളവർക്കോ ആളുള്ളവർക്കോ ആണെങ്കിൽ പ്രശ്നമില്ല. നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ അത് അനുസരിച്ച് കുറച്ചൊക്കെ നമ്മൾ കെയർ ചെയ്ത് പോകണം. പറ്റില്ല കിടക്കാൻ, ഒരറ്റത്ത് കിടക്കാൻ പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല. ടീച്ചർ വൈഫിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആണോ? ആരെക്കൊണ്ടും പറ്റില്ല ഇങ്ങനെ പൊതുവിൽ കിടക്കാൻ. എന്നെക്കൊണ്ട് ഒരു ദിവസം പോലും പറ്റത്തില്ല. പിന്നെ എന്തായാലും അങ്ങനെ വന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? കിടന്നല്ലേ പറ്റൂ. ഒക്കെ ശരിയാവും. പക്ഷെ മുറിവൊക്കെ കരിഞ്ഞിട്ടുണ്ടല്ലേ? മുറിവ് കരിഞ്ഞിട്ടുണ്ടോ? അത് കാലൊക്കെ തയ്യലൊക്കെ കുറച്ച് കരിഞ്ഞിട്ടുണ്ടല്ലേ? ഒക്കെ ശരിയാവും. ഹലോ, മുകളിലിരിക്കുന്നവർ ഒന്നിറങ്ങി വന്നേ, ഒന്ന് താഴോട്ടിറങ്ങിയേ. ഇവിടെ സ്കൂൾ വിട്ട് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മളെ സ്കൂൾ വിടുമ്പോൾ ഇവിടെ പിള്ളേരിങ്ങനെ ഇവിടെ കൂടെയാണ് പോകുന്നത്. എല്ലാ പിള്ളേരും ഇവിടെ വന്നാണ് അമ്മയും അച്ഛനും ഒക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകണം. ഇവിടെ UP സ്കൂളാണ് താഴ്വശത്ത്. ആ സ്കൂളിൽ വരുന്ന പിള്ളേരുടെ ഉച്ചയ്ക്ക് സ്കൂൾ വിടുന്ന സമയം വരുമ്പോൾ അവർ മാതാപിതാക്കളൊക്കെ ഇവിടെ വന്നാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകണം. ഞങ്ങളുടെ കടയിൽ നടയിലാണ് എല്ലാവരും വന്ന്. അപ്പുറത്തെ സൈഡിൽ റോഡിൽ എല്ലാവരും സ്റ്റേഡിച്ച് നിൽപ്പുണ്ട്. എല്ലാവരും വന്ന് നേരത്തെയൊക്കെ നിൽക്കും, കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകും. നല്ല രസമാണ്, ടൈം പാസ്സുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല കുട്ടികളുടെ അമ്മയും ടീച്ചർമാരും ഒക്കെ ആയിട്ട് നല്ല ടൈം പാസ്സാണ്. നല്ലൊരു സ്ഥലമാണ്. കുട്ടികളെ വിളിക്കാൻ ആട്ടോയും വണ്ടിയും കാറും ഒക്കെ വരും. ഇവിടെ ഇതിൻ്റെ താഴത്ത് UP സ്കൂളാണ്. മറ്റേ കാല പ്രശ്നമാണ് ചേച്ചി. ആണോ? മറ്റേ കാലിന് എന്താ പറ്റിയേ? ഈ വീണയിലുള്ള പ്രശ്നമാണ്? നിൽക്കണ പെൺകുട്ടി ഏതാ ഉഷ ചേച്ചി? ഈ ഉടുപ്പിട്ട് നിൽക്കുന്നതോ? അത് എൻ്റെ ഒരു ബൊമ്മക്കുട്ടിയാ. വേണ്ട, അത് ഞങ്ങൾ 2 എണ്ണം വെച്ചിട്ട് അപ്പുറം ഞങ്ങളുടെ മോഡലൊക്കെ ഇടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് തയ്യക്കടയാണെന്ന് തോന്നണ്ടേ? അതിന് വേണ്ടി വെച്ചിരിക്കണം. കണ്ടോ? നല്ല കുട്ടിയാണോ? കേട്ടെന്നോ? ഒന്നുകൂടെ നോക്കട്ടാ? ഒരാളൂടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. നല്ല കുട്ടിയാ. അയ്യോ വേണ്ടേ, ഒന്നിനെ നോക്കാൻ പറ്റുന്നില്ല അല്ലേ? പിന്നെ വേറെന്താ? ചായ കുടിക്കാൻ നേരമായോ? മണി 3:30. ഞങ്ങൾ ചായ കൂടി പരിപാടിയില്ല. ഞങ്ങൾ വൈകുന്നേരം, അവൾ 6 മണിക്ക് പോകും, ഞാൻ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കും. ഇവിടെ ഫ്രണ്ടിലൊരു ചായക്കടയുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല അവിടെ വാങ്ങുന്നത്. ഒരു നീറ്റല്ല, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാറില്ല. കുഴപ്പമൊന്നുമില്ല.